ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഓംപ്ലേറ്റും ആണ് മക്കൾക്ക് കൊടുക്കുന്നത്. അവർക്കത് മതിയെന്ന് പറഞ്ഞേ. അപ്പോൾ എനിക്കും വളരെ സിമ്പിളായി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ ഞാൻ ചായയൊക്കെ തിളപ്പിച്ചു, പാലൊക്കെ കാച്ചി ബ്രെഡ് ഓംപ്ലേറ്റ് അടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവാണ്. മുട്ട അങ്ങനെ ഓരോരുത്തർക്കും ബ്രെഡ് ഓംപ്ലേറ്റ് അടിച്ചു കൊടുത്തു. എല്ലാവർക്കും ഇങ്ങനത്തെ ബ്രെഡ് ഓംപ്ലേറ്റ് മതി, മയോണൈസ് വെച്ചുള്ള ബ്രെഡ് ഓംപ്ലേറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒനിയനൊക്കെ കട്ട് ചെയ്തുള്ള ഓംപ്ലേറ്റ് വെച്ച് മതി, ടൊമാറ്റോ സോസ് വെച്ച് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം അമ്മൂന് ഐസ്ക്രീം തിന്നാൻ കൊതി വരുന്നു. അമ്മു ഇന്ന് ഷോപ്പിൽ പോയിട്ടില്ല കേട്ടോ, അത് കാരണമാണ്. അങ്ങനെ അമ്മു ഐസ്ക്രീം എടുക്കുകയാണ്. അപ്പോൾ എനിക്കും എടുത്തു തന്ന്. അക്കുട്ടന് അമ്മു എടുത്തു കൊടുത്തില്ല. അക്കു പിന്നെ പാത്രം എടുത്തോണ്ട് വന്ന് അക്കു ഐസ്ക്രീം എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ പോയിരുന്ന ഐസ്ക്രീം തിന്നുകയാണ് കേട്ടോ. ഇക്കായും കിച്ചുമാണ് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുള്ളത്. അമ്മു ഇന്ന് ലീവ് എടുത്തു കേട്ടോ. അത് കാരണം ഞങ്ങൾ 3 പേരുടെ എൻജോയ് ചെയ്ത് കഴിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മക്കൾക്ക് എന്തൊക്കെ കറികൾ വേണമെന്ന് അവരോട് ചോദിച്ചിട്ട് പോയി ചോറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രം കുറച്ച് ചോറ് മതിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചോറൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തൈരിന്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ തന്നെ ഒഴിച്ച തൈരാണ്. പിന്നെ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മക്കൾക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർ കഴിച്ചോളും കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ചോറൊക്കെ റെഡിയായി. കുറച്ച് ചോറ് മതി കേട്ടോ, എനിക്കും മക്കൾക്ക് മാത്രം മതി. അങ്ങനെ ചക്കക്കുരു ഒക്കെ നല്ല എണ്ണയുടെ അകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്ത് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മൾ കാച്ചിയ മോര്, അടിപൊളി മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ച മോര് കറിയാണ്. പിന്നെ അതിനകത്ത് കടുക് തളിച്ച് വെക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അക്കു ഇതിൻ്റെയൊക്കെ മണം കേട്ട് കിച്ചണിൽ വന്നിക്കും ഉമ്മ എന്താ ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടി. എന്നിട്ട് അക്കൂട്ടന് ഇതെല്ലാം മണം കേട്ടപ്പോൾ വിശക്കുന്നു ഉടനെ. അപ്പോൾ ഞാൻ പറഞ്ഞു റെഡി ആയില്ല, നീ ആ സമയത്ത് ഒരു ബ്രെഡും ജാമും എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ സൈഡ് മൊത്തം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് സെൻറ്റർ മാത്രം ബ്രെഡും ജാമും തേച്ചെടുക്കുക. അങ്ങനെ അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒറ്റയ്ക്ക് വന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് ബ്രെഡ് ഓംപ്ലേറ്റുമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. അല്ല, ബ്രെഡും ജാമും, സോറി. അങ്ങനെ ഞാൻ പപ്പടമൊക്കെ എടുത്ത് വെച്ച് പപ്പടമൊക്കെ കാച്ചുകയാണ്. ചക്കക്കുരു അവിടെ കിടക്കുന്നേ ഉള്ളൂ, ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ് കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. എല്ലാം പൊടിഞ്ഞുപൊടിഞ്ഞിരിക്കുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ മോരുകറിയിലൊക്കെ ഒന്ന് കടുക് താളിച്ച് ഒഴിച്ചു. അമ്മു കുളിക്കാൻ പോയി, നിസ്കരിക്കാൻ പോയി എൻ്റെ ഇടയ്ക്ക്. അതാണ് അമ്മുവിനെ വീഡിയോയിലൊന്നും കാണാത്തത് കേട്ടോ. പിന്നെ അക്കൂട്ടം വന്ന് എനിക്ക് നന്നാരി സർബത്ത്, എനിക്കും അമ്മൂനും അക്കുനും കൂടെ നന്നാരി സർബത്ത് ഉണ്ടാക്കുകയാണ്, നാരങ്ങയൊക്കെ പിഴിഞ്ഞ്. അക്കൂട്ടിന് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മൂനേക്കാളും ഇതൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അക്കൂനാണ് കേട്ടോ. അങ്ങനെ അക്കൂട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സർബത്തൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഉമ്മി ഒരു ഗ്ലാസ് കുടിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഒഴിച്ചു തരികയാണ് ഒരു ഗ്ലാസ്. അങ്ങനെ ഉമ്മി കുടിച്ചിട്ട് പെട്ടെന്ന് ജോലി ചെയ്യാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ എന്ന് പറഞ്ഞ് എനർജി ആയിട്ടൊന്ന് കഴിക്കുന്ന പറഞ്ഞിട്ട് ഉമ്മി എനിക്ക് എടുത്ത് തരുവാണ് ഒരു ഗ്ലാസ്. അങ്ങനെ ഞാനത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയൊക്കെ പൊരിക്കാൻ വേണ്ടി മുട്ടയൊക്കെ എടുക്കാൻ പോയി എടുത്ത് പൊട്ടിച്ചൊഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓംപ്ലേറ്റ് റെഡിയായി. പിന്നെ അതേപോലെ തന്നെ ചക്കക്കുരു നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്രൈ ഒക്കെ കറുമുറാന്ന് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ കഴിച്ചോളുമല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ ഓംപ്ലേറ്റും ഉണ്ടാക്കി, ചക്കക്കുരു മെഴുക്കുവരട്ടി, അതുപോലെ തന്നെ മോരുകറിയും പപ്പടവും അച്ചാറും ഇത്രയും അവർക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ മക്കളുടെ കുഞ്ഞ് ലഞ്ചാണേ. ഉച്ചക്കത്തെ ഞങ്ങൾ ഇതാണ് കഴിക്കാൻ പോകുന്നത്. പാവയ്ക്കായും എല്ലാം കൂടി ഇട്ടൊരു മിക്സ്ഡ് അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വന്നു. പിന്നെ ഞാൻ അമ്മുവിൻ്റെ മുടിയൊക്കെ ഉണങ്ങിയപ്പോൾ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോളിൽ പോയിരുന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം അമ്മും ഒക്കെ കൂടെ എൻ്റെ അടുത്ത് കുറച്ച് നേരം കഥ പറയുകയാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഓരോന്ന് രണ്ടുപേരും മാറി മാറി വായിച്ച് കളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനകത്ത് കുഞ്ഞു മൈക്കുണ്ട് കേട്ടോ, അതെടുത്ത് വെച്ച് ഇങ്ങനെ മൈക്കിൽ കൂടെ പാട്ട് പാടുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുന്നത് അറിയാം. അക്കൂട്ടനവിടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ സാധനമാണിത്. കുറേ ഉണ്ടായിരുന്നു. ഞാനത് കടലമാവും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുട്ടയും എല്ലാം കൂടെ അടിച്ചുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ അക്കുവിനെ ഞാൻ എവിടെ പറഞ്ഞിട്ടോന്ന് അറിയാം. ഇന്നലെ കിച്ചു വഴക്കിട്ടായിരുന്നു, കിച്ചുവിന് കാതിലിടാൻ കമ്മൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അക്കുവിനെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അക്കു വാങ്ങിച്ചിട്ടുണ്ട്. അന്നത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എനിക്ക് നോസ് റിംഗ് ആയിട്ടും എടുക്കാം, ഒരെണ്ണം കിച്ചുവിനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇത് അക്കു അടിച്ച് മാറ്റിയിട്ടുണ്ട്. അക്കു പറയപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കിച്ചു വരുമ്പോൾ അടുത്ത കൊലപാതകം നടക്കും, അവന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കെല്ലാം പൊട്ടിച്ച് തരികയാണ്. ഉമ്മി ഇത് നോസിനകത്തോട്ട് ഇട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് തരികയാണ് കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ബ്ലാക്ക് കളറായിരുന്നു മെറ്റൽ, നല്ല രസമുണ്ടായിരുന്നു.
അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ജൂലിയും പിങ്കുമായിട്ട് അക്കു അമ്മൊക്കെ കളിക്കുകയാണ് കേട്ടോ. അക്കു ആണെങ്കിൽ ജൂലിയെ കൊണ്ട് അവിടെ കെട്ടിയിടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇടുന്നുണ്ട്, വഴക്കുണ്ടാക്കുക ജൂലിയായിട്ട്. പിന്നീട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ എവിടെ അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മക്കൾക്ക് പാലും പിന്നെ അത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കടലമാവൊക്കെ മുക്കി അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോകണം. ഞാൻ ഒരുങ്ങാൻ പോകണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പം തന്നെ ഒരുങ്ങി മക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാനും ഇക്കായും കൂടെ റെഡി ആയാൽ മതി. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നത് കാണിച്ചു തരാം എവിടെയാണ് പോകുന്നതെന്ന്. അങ്ങനെ ഞാനും ഒരുങ്ങി റെഡിയായി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും അക്കു എനിക്ക് സോക്സൊക്കെ ഇട്ട് തരികയാണ്. അക്കു എനിക്ക് എല്ലാം ചെയ്തു തരും കേട്ടോ. അക്കുവിന് എന്നെ ഇങ്ങനെ ഒരുക്കി കൊണ്ട് നടത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോക്സൊക്കെ ഇട്ട് തരും. അപ്പോൾ ഞാൻ വാച്ച് ഇടാൻ മറന്നുപോയി, അപ്പോൾ ഓടിപ്പോയി വാച്ചൊക്കെ എടുത്തിട്ട് എൻ്റെ കയ്യിലിട്ട് തരുന്ന കണ്ടില്ലേ. അക്കൂട്ടൊരു ഭയങ്കര കെയറിങ് ആണ്. അമ്മൂനെയും കിച്ചുവിനെയും പോലല്ല, അക്കു വേറൊരു ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാം എടുത്തോണ്ട് വന്നിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങിയത്. അമ്മുവും ഇക്കായും നേരത്തെ പോയി കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഞാനും അക്കുട്ടനും ലാസ്റ്റ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ടേൺ തിരിഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്, ഹൈവേയിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഞങ്ങൾ വിവാസിറ്റിയിലെത്തി. ഇത് വിവാസിറ്റി എന്ന് പറയുന്നൊരു ഫ്ലാറ്റാണ് കേട്ടോ. ഞങ്ങൾ വന്ന് ഇവിടെ എത്തി. എവിടെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിരുന്നാൽ കാണാം. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി തിരക്കി നടക്കുകയാണ്. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി. അങ്ങനെ പിന്നെ അക്കു അമ്മ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് പോയി. എന്നെ ഇക്കായും കയറ്റിയില്ല. അവർ പറയാം നിങ്ങൾ പതുക്കെ വന്നാൽ മതി, കഥ പറഞ്ഞോണ്ട് നിൽക്കും, ഞങ്ങൾ അങ്ങ് പോകാമെന്നുണ്ട്. അവരങ്ങ് പോയി മുകളിൽ കയറി. പിന്നെ ഞാനും ഇക്കായി അവർ പോയിട്ട് തിരിച്ച് വന്ന് ഞാനും ഇക്കായും കയറി ഞങ്ങളും കൂടെ മുകളിലോട്ട് പോവുകയാണ്. അവർ പെട്ടെന്ന് കയറി മുകളിൽ അങ്ങ് പോയി. പിന്നെ ഞാൻ മുകളിൽ പോയപ്പോൾ അവിടെ അതൊക്കെ നമ്മളെ കാത്ത് അമ്മുവും ഞങ്ങളുടെ കുഞ്ഞ് അമ്മുക്കുട്ടിയെ കണ്ടില്ലേ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവൾ ഞങ്ങൾ വന്നതിൻ്റെ സന്തോഷത്തിൽ കിടന്ന് ചാടുകയാണ്. മറ്റേ കുഞ്ഞത് ആമിക്കുട്ടിയാണ് കേട്ടോ. ആമിക്കുട്ടി പിന്നെ നമ്മുടെ അടുത്ത് ആരുടെ വരത്തില്ല. അങ്ങനെ ഇക്കയുടെ ഫ്രണ്ടാണ് അനൂപ്, എൻ്റെ ഫ്രണ്ടാണ് ശ്രീകുട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അത് കാരണം അവിടെ അനൂപിൻ്റെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ, അമ്മയും അച്ഛനെയൊക്കെ. അങ്ങനെ ശ്രീകുട്ടി എല്ലാവർക്കും ചായയും ബോണ്ട് ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇതാ വരുന്നതേ ഇല്ല, ഇവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു. നമ്മുടെ അടുത്ത് ആരുടെ വരത്തില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അനൂപ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വണ്ടി കൊണ്ടുവച്ച് തരികയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം, നമ്മുടെ സ്പൂൺസിലോട്ടാണ്. കിച്ചു സ്പൂൺസിലുണ്ടല്ലോ, സ്പൂൺസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ കിച്ചുവിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ കിച്ചു രാത്രി ഒറ്റയ്ക്ക് എങ്ങനെ വരാനാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് റെസ്റ്റോറൻറ്റിലോട്ട് കയറുകയാണ്. ആരുമില്ല, ഇപ്പം കോളേജ് ലീവ് ആയതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് ആരും ഇല്ലാത്തത്. കിച്ചു ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കിച്ചുവിന് നാണമാട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അരമണിക്കൂർ ഇവിടെ ഇരുന്നു. കാരണം ഇക്കയ്ക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതണമായിരുന്നു. അത് കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്ക് സമയം 10:45. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചില്ല കേട്ടോ ഫുഡ്. കാരണം കിച്ചുവിന് അക്കുവിനും അമ്മൂനും ഒക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഇക്കയോട് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം, മക്കൾക്ക് പുറത്തുനിന്ന് ഫുഡ് വേണമെന്ന് പറഞ്ഞത് കാരണം അങ്ങനെയൊക്കെ കാറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ കാറിലോട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കാറിലോട്ട് കയറുകയാണ്. കയറി നേരെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഒലാല എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അത് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് തിരിച്ചു പറഞ്ഞത് കാരണം ഞങ്ങൾ അങ്ങനെ അവിടെ കയറി. പിന്നെ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ ഓർഡർ ചെയ്തു. അവർ നേരത്തെ കാറിൽ വെച്ചേ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്ന് എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന്. അതുകൊണ്ട് പെട്ടെന്നായി വന്ന ഉടനെ പറഞ്ഞു എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത്. അത് കാരണം പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ ഇവരെന്തായിരുന്നു കടായി ചിക്കനും പിന്നെ ബാർബിക്യൂ, കുബൂസ്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഒക്കെ, ചില്ലി ചിക്കൻ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് കിച്ചു അക്കു അമ്മ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് ഫുഡ് കിട്ടി കേട്ടോ. അപ്പം തന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ്സ് പോയാൽ മതി ഇവിടുന്ന് വീട്ടിലോട്ട്. അടുത്തായതും കൊണ്ട് കുഴപ്പമില്ല. അത് കാരണം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു. കാരണം മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അവർക്ക് എന്ത് വേണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അവർക്ക് വേറെ ആരും ഇല്ലല്ലോ വാങ്ങിച്ചു കൊടുക്കാം, നമ്മളല്ലേ ഉള്ളൂ. എനിക്ക് മക്കളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാൻ എടുത്ത് കഴിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ മക്കളും ഇക്കായും എല്ലാവരും കഴിച്ചു. ഞാൻ ഉള്ള സമയം ഞങ്ങൾ ബില്ല് പേ ചെയ്യാതെ ഞാനും ഇക്കായും ഇങ്ങനെ ഇറങ്ങി വന്നു. കിച്ചു അവിടെ നിന്ന് കൈ കഴുകുന്നുണ്ടായിരുന്നു ബില്ല്. അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്ന്. അപ്പം വാച്ച്മാൻ ഞങ്ങളെ നോക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എന്താ ബില്ല് പേ ചെയ്യാതെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുറകെ ഇറങ്ങി ഓടി വരുവാണ് കേട്ടോ. അപ്പോൾ കിച്ചു ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങി വന്നത് കേട്ടോ. കിച്ചുവാണ് എവിടെ പോയാലും ബില്ല് പേ ചെയ്യുന്നത്. അത് കാരണം കിച്ചുവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പൊന്നുവിനെ കണ്ടോ, പൊന്നുവിന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പട്ടിയുടെ പേരാണ് പൊന്നു കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നോ നോക്കുവാണ്. ഞാൻ എന്ത് ഫുഡ് കിട്ടിയാലും പൊന്നുവിന് കൊണ്ട് കൊടുക്കും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ വീടിൻ്റെ വാതൊക്കെ നിൽക്കും. ഒരാളെ പോലെ വീടിൻ്റെ അകത്തോട്ട് കയറ്റത്തില്ലെന്നേ ഉള്ളൂ.
ഭയങ്കര സ്നേഹമാണ് പട്ടിക്ക്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇനി അമ്മുവിൻ്റെ കുറച്ച് ഡാൻസൊക്കെ കാണാം മുകളിൽ കയറി പോകുമ്പോൾ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. അത് അമ്മുവിൻ്റെ ഡാൻസ് കണ്ടോ. വീട്ടിലോട്ട് വന്ന് കയറിയാണ് അമ്മുവിൻ്റെ മുംബൈ ഡാൻസാണ്. ഞാൻ വീഡിയോ എടുത്ത ഉടനെ അമ്മുവിൻ്റെ ഡാൻസാണ്. അപ്പോൾ തന്നെ സമയം ഒരു 11:45 12 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പോയി കുളിച്ചിട്ട് വന്നിരുന്ന് പടം കാണുകയാണ്. ഇക്കാടെ കൂടെ പടം കാണും. പിന്നെ കിച്ചു പോയി കോക്ക് മേടിച്ചിട്ട് വന്നേ. അപ്പോൾ തന്നെ സമയം എത്രയായി? 12:20 എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. കോക്ക് മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ കോക്ക് കുടിച്ചിട്ട് ഇക്കാടെ കൂടെ ഇരുന്ന് പടം കാണുക. ആ കിച്ചു എന്തൊക്കെയോ വാച്ചൊക്കെ സെറ്റ് ചെയ്യുക. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.